सीताभिराम श्रीराम राम जय लोकाभिराम श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय सीताभिराम श्रीराम राम जय लोकाभिराम श्रीराम राम जय श्रीराम ഓം ശ്രീരാമചന്ദ്രായ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഹ പതയേ നമഃ. അങ്ങനെ ശ്രീരാമ സ്മൃതികളുമായി വീണ്ടും ഒരു കർക്കടക മാസം എത്തിയിരിക്കുകയാണ്. കളരി സ്പന്ദനത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന മന്ത്രവുമായി ഈ കർക്കിടക മാസത്തിലും രാമായണ പാരായണ യജ്ഞം നടക്കുകയാണ്. ഈ രാമായണ പാരായണ യജ്ഞം സംഘടിപ്പിക്കുന്ന കളരി സ്പന്ദനം ആധ്യാത്മിക ഗ്രൂപ്പിൻ്റെ സാരഥികളെ അഭിനന്ദിക്കുകയാണ്. രാമായണം പാരായണം എന്നും ആവശ്യമാണ്, എന്നും ചെയ്യേണ്ടതുമാണ്. വർഷത്തിലെ എല്ലാ മാസവും എല്ലാ ദിവസവും ചെല്ലാവുന്നതാണ് രാമായണം, നമുക്കറിയാം. എന്നാൽ കർക്കിടക മാസത്തിലെ രാമായണം ചെല്ലുന്നതിന് അതിൻ്റേതായ പവിത്രതയും മൂല്യവുമുണ്ട്. കർക്കിടക മാസം രാമായണ മാസമായി തന്നെ നമ്മൾ ആചരിക്കുകയാണ്. ഇന്ന് മുതൽ ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെ ഒരു മാസം കർക്കിടക മാസമാണ്. കളരി സ്പന്ദനത്തിൻ്റെ നേതൃത്വത്തിലുള്ള രാമായണ പാരായണ യജ്ഞവും തുടരുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ നമുക്ക് രാമായണത്തെക്കുറിച്ചും അതിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഒന്ന് ആലോചിക്കാം. നമുക്ക് രാമായണം എന്തെന്നും നമ്മൾ മലയാളികളോട് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ രാമായണവും രാമകഥയുമെല്ലാം നമ്മൾ മലയാളികളിൽ അത്രയേറെ അലിഞ്ഞ് ചേർന്നിരിക്കുന്നതാണ്. രാമകഥ നമ്മളിൽ എല്ലാവരിലും ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. എങ്കിലും നമ്മൾ ഈ രാമായണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വാത്മീകി രചിച്ച രാമായണം നമ്മൾ ഈ ഭാരതം ലോകത്തിന് കൊടുത്ത 2 ഇതിഹാസങ്ങളിലൊന്നാണ് രാമായണം. അതിൽ ആദ്യ കാവ്യം കൂടിയാണ് രാമായണം. മഹാഭാരതം 2 ഇതിഹാസങ്ങളാണ് നമ്മൾ ലോകത്തിന് തന്നെ നൽകിയ. ഭാരതം ലോകത്തിന് നൽകിയ അനേകം അമൂല്യ സമ്പത്തുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇതിഹാസങ്ങൾ. ആ 2 ഇതിഹാസങ്ങളൊന്നാണ് രാമായണം. അതിൽ തന്നെ ആദ്യത്തെ കാവ്യം, ലോകത്ത് തന്നെ കാവ്യരൂപത്തിലുള്ള ആദ്യത്തെ കൃതി കൂടിയാണ്, ആദ്യത്തെ ഇതിഹാസം കൂടിയാണ് രാമായണം. അതുകൊണ്ട് തന്നെ ആദികാവ്യം എന്ന് പറയുന്നു. മറ്റു പല ഇതിഹാസ കാവ്യങ്ങൾ ബാബിലോണിയൻ സംസ്കാരത്തിലൊക്കെ കണ്ടെത്താമെങ്കിൽ പോലും രാമായണത്തോളം വ്യക്തമായ പഴക്കമുള്ള അല്ലെങ്കിൽ വൃത്തബദ്ധമായ കാവ്യരീതിയിൽ തയ്യാറാക്കപ്പെട്ടുള്ള ഇതിഹാസം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ലോകത്താദ്യമാണ് കാവ്യരൂപത്തിലുള്ള ഒരു ഇതിഹാസം ലോകത്തിൽ ലഭിക്കുന്നത് രാമായണത്തിലൂടെയാണ്. അത്രയേറെ പ്രസക്തി പ്രാധാന്യം രാമായണത്തിനുണ്ടെന്നർത്ഥം. ചരിത്രപരമായി തന്നെ ഈ രാമായണം ഭാരതത്തിൽ ഉണ്ടായി, വാൽമീകി മഹർഷിയാൽ രചിക്കപ്പെട്ടു എന്നതുകൊണ്ട് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല രാമായണം. ഭാരതത്തിന് പുറത്തും അന്നത്തെ ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം രാമകഥയുണ്ട്. ചൈനയിലും ജപ്പാനിലും തായ്ലൻഡിലും വിയറ്റ്നാമിലും കംബോഡിയയിലും സിംഗപ്പൂര്, ഹോങ്കോങ് മുതലായ ഈ മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം രാമകഥ വിവിധ തരത്തിൽ ടെക്സ്റ്റുകളായിട്ട് ഗ്രന്ഥങ്ങളായിട്ടുണ്ട്. അതിലെല്ലാം അടിസ്ഥാനം ഈ വാൽമീകി രാമായണം തന്നെയാണ്. വാൽമീകി രചിച്ച രാമായണ കഥ തന്നെയാണ്, ശ്രീരാമദേവൻ്റെ കഥ തന്നെയാണ്, ശ്രീരാമദേവൻ്റെയും സീതാദേവിയുടെയും കഥ തന്നെയാണ് ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ഏഷ്യയും കടന്ന് രാമായണം വളർന്നിട്ടുണ്ട്. മറ്റു ഭൂഖണ്ഡങ്ങളിലും രാമായണ കഥ വിവിധ തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്രയേറെ പ്രാധാന്യം ഉണ്ട്. ഇന്ത്യക്കകത്തും രാമായണം വിവിധ രൂപത്തിലുണ്ട്. സംസ്കൃതത്തിൽ തന്നെ രാമായണം പലതുണ്ട്. അതായത് വാത്മീകി ആദി രാമായണം
സംസ്കൃതത്തിൽ എഴുതപ്പെട്ടു. അതിനുശേഷം അതന്നെ വാത്മീകി രാമായണത്തിന് പുറമെ സംസ്കൃതത്തിൽ തന്നെ ആനന്ദ രാമായണം, അദ്ഭുത രാമായണം, അഗസ്ത്യ രാമായണം, വാസിഷ്ഠ രാമായണം എന്നൊക്കെ തുടങ്ങി ധാരാളം രാമായണങ്ങളുണ്ട്. അധ്യാത്മ രാമായണമൊക്കെ ഒന്നാണ്. ആദി മൂല രാമായണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അധ്യാത്മ രാമായണം സംസ്കൃതത്തിൽ തന്നെയുള്ളത്. അങ്ങനെ സംസ്കൃത ഭാഷയിൽ തന്നെ രാമായണങ്ങൾ പലതുണ്ട്. അതിൽ ഈ അധ്യാത്മ രാമായണം, സംസ്കൃതത്തിലുള്ള അധ്യാത്മ രാമായണത്തെ ആണ് ഇവിടെ മലയാളത്തിലേക്ക് എഴുത്തച്ഛൻ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ആക്കി മാറ്റി എഴുതിയത്. ഈ സംസ്കൃതത്തിൽ നിന്ന് ഇന്ത്യയിലെ വിവിധ ഭാഷകളിലേക്ക് രാമായണം പകർന്നെത്തി. ഉത്തരേന്ത്യൻ ഭാഷകളിലെ തുളസിദാസിൻ്റെ രാമചരിതമാനസമുണ്ട്, കൃത്തിവാസ രാമായണമുണ്ട്, മറ്റു പല ജഗന്നാഥ രാമായണമുണ്ട്. അങ്ങനെ ധാരാളം രാമായണം മറ്റ് ഇന്ത്യൻ ഭാഷകളിലുണ്ട്, ഉത്തരേന്ത്യൻ ഭാഷകളിലുണ്ട്. സംസ്കൃതത്തിന് പുറമെയുള്ള ഹിന്ദി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ ഭാഷകളിലുണ്ട്. കമ്പരാമായണം തമിഴിൽ വളരെ പ്രമുഖമാണ്. അങ്ങനെ എഴുത്തച്ഛൻ്റെ നമ്മുടെ മലയാളത്തിലെ നമുക്കും അഭിമാനിക്കാവുന്ന രാമായണമാണ് അധ്യാത്മ രാമായണം. തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് നമ്മെ നാമാക്കിയ ഉത്തമ കൃതിയാണത്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് കൂടിയാണല്ലോ തുഞ്ചത്ത് എഴുത്തച്ഛൻ. അപ്പോൾ ആധുനിക മലയാള ഭാഷയ്ക്ക് പോലും സൃഷ്ടിക്ക് കാരണമായ തുഞ്ചത്ത് എഴുത്തച്ഛൻ ഒരു പുതിയൊരു സംസ്കാരത്തിന് തന്നെ തുടക്കമിട്ടു അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലൂടെ. നമ്മളിവിടെ കർക്കിടക മാസത്തിൽ സാധാരണ ഈ തുഞ്ചത്ത് എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ആണ് പാരായണം ചെയ്യുന്നത്. ഈ രാമായണത്തെക്കുറിച്ച് നമുക്കറിയാം. വാത്മീകി രാമൻ്റെ കഥയാണ് രാമായണമാണ്. രാമസ്യ അയനം രാമായണം, രാമൻ്റെ അയനമാണ്. പക്ഷേ രാമൻ്റെ കഥ മാത്രമല്ല, അത് സീതയുടെയും കഥയാണ്, മറ്റു പലരുടെയും കഥയാണ്, ഈ ജനതയുടെ ആകെ കഥയാണ്. ഈ രാമായണം എന്ന വാക്കിന് രാമനിലേക്കുള്ള അയനം എന്ന അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ രാമനിലേക്കുള്ള അയനം കൂടിയാണ് രാമായണം. അപ്പോൾ രാമൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഈശ്വരൻ എന്നർത്ഥം. അപ്പോൾ ഈശ്വരനിലേക്കുള്ള അയനം എന്ന് വെച്ചാൽ യാത്ര. അപ്പോൾ രാമായണം എന്ന് പറഞ്ഞാൽ രാമനിലേക്കുള്ള അയനം അഥവാ ഈശ്വരനിലേക്കുള്ള യാത്ര എന്നർത്ഥമാകുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രസക്തി കൂടുകയാണ്. നമ്മൾ ഈശ്വരനിലേക്കുള്ള യാത്രയാണ് ഈ രാമായണ പാരായണത്തിലൂടെ നമ്മൾ സാധ്യമാകുന്നത്. രാമൻ എന്നാൽ രാമനിലേക്കുള്ള അയനമാണെങ്കിൽ രാമൻ എന്ന് പറഞ്ഞാൽ എന്ത് എന്ന ചോദ്യത്തിന് സാക്ഷാത് വാത്മീകിന് ഉത്തരം പറയുന്നുണ്ട്. വാത്മീകി രാമായണത്തിലെ രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ രാജാ സർവസ്യ ലോകസ്യ ദേവാനാമിവ വാസവ എന്ന് വാത്മീകി തന്നെ പറയുന്നു. വാത്മീകി രാമായണത്തിൽ രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മം വിഗ്രഹം ഉടലെടുത്ത ആളാണ് രാമൻ. രാമനെ മര്യാദാ പുരുഷോത്തമനായിട്ടാണ്, ഒരു ദൈവം എന്നതിലും ഉപരി അങ്ങനെയല്ല വാത്മീകി അവതരിപ്പിക്കുന്നത്. മര്യാദാ പുരുഷോത്തമനായിട്ടാണ്, ഉത്തമ പുരുഷനായിട്ടാണ് അവതരിപ്പിക്കുന്നത്, ഉത്തമ വ്യക്തിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ്? രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിൻ്റെ ഉടലെടുത്ത രൂപം ആണ് രാമൻ. അപ്പോൾ ധർമ്മമാണ് രാമൻ, ധർമ്മനിഷ്ഠയാണ് രാമൻ, ധർമ്മനീതിയാണ് രാമൻ എന്നെല്ലാം വരുന്നു. അപ്പോൾ ഈ രാമായണം എന്ന് പറഞ്ഞാൽ രാമനിലേക്കുള്ള അയനം എന്ന് പറഞ്ഞാൽ ധർമ്മനിഷ്ഠയിലേക്കുള്ള അയനം, ധർമ്മനീതിയിലേക്കുള്ള അയനം എന്ന് വരുന്നു. അപ്പോൾ നമ്മൾ ഈ കർക്കിടക മാസത്തിലെ രാമായണം വായിക്കുമ്പോൾ നമ്മളും ധാർമ്മികതയിലേക്ക്, ധർമ്മനീതിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. ഈ അധർമ്മങ്ങൾ കൊടികുത്തി വാഴുന്ന അധർമ്മ ചിന്തകളും അധർമ്മ പ്രവൃത്തികളും മനുഷ്യരുടെ ഇടയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ധർമ്മത്തിലേക്കുള്ള യാത്ര തന്നെയാണ് അത്യാവശ്യമായിട്ടുള്ളത്. അതുതന്നെയാണ് രാമായണ പാരായണം കൊണ്ട് നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിന് വളരെ പ്രസക്തിയുണ്ട് എന്നർത്ഥം. അങ്ങനെ ഈ രാമമന്ത്രം ഉരുവിടുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ രാമായണ പാരായണം പൂർണ്ണമായിട്ടും രാമരാമ എന്ന രണ്ടക്ഷരം ചൊല്ലുന്നത് തന്നെ പുണ്യമാണ്. അപ്പോൾ രാമായണം പൂർണ്ണമായിട്ട് പാരായണം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അതിലേറെ പുണ്യകരമായ പ്രവൃത്തിയാണ്. ശ്രീരാമകർണാമൃതത്തിലെ ഈ രാമമന്ത്രത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയുന്നത് രാമമന്ത്രത്തിൻ്റെ തന്നെ വളരെ മൂല്യവത്താണ്, പുണ്യവത്താണ് എന്ന് പറയുന്നു. അതിങ്ങനെയാണ് കർണാമൃതത്തിൽ പറയുന്നത്. നിത്യം ശ്രീരാമമന്ത്രം നിരുപമധികം നീതി സുജ്ഞാനമന്ത്രം സ്തുത്യം ശ്രീരാമമന്ത്രം സദമലഹൃദയേ സർവദാ ആരോഗ്യമന്ത്രം സത്യം ശ്രീരാമമന്ത്രം സുലളിത സുമനഃസൗഖ്യ സൗഭാഗ്യമന്ത്രം പാഠ്യം ശ്രീരാമമന്ത്രം
പവനജവരദം പാതുമാം രാമമന്ത്രം എന്ന് ശ്രീരാമകർണാമൃതത്തിൽ പറയാണ്. അത് സത്യം ശ്രീരാമമന്ത്രം. ആ ശ്രീരാമമന്ത്രം സുലളിത സുമനസ്സൗഖ്യ സൗഭാഗ്യമന്ത്രം, എല്ലാ മനസ്സൗഖ്യവും എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന മന്ത്രമാണ്. അത് പാഠ്യം ശ്രീരാമമന്ത്രം നമ്മൾ പഠിച്ചേ മതിയാവൂ. അത് നമ്മൾ ദിവസവും ചൊല്ലിയേ മതിയാവൂ. ആ ശ്രീരാമമന്ത്രം നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. പവനജവരദം പാതുമാം രാമമന്ത്രം, ആ രാമമന്ത്രം എന്നെ രക്ഷിക്കണമേ എന്നാണ് ശ്രീരാമകർണാമൃതത്തിലെ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ആ രാമമന്ത്രം നമ്മൾ ചൊല്ലുകയാണ് രാമായണ പാരായണത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. ആ അധ്യാത്മരാമായണം ആണെങ്കിൽ എഴുത്തച്ഛൻ നല്ല മലയാളത്തിൽ നമുക്ക് രാമകഥ മുഴുവനായിട്ട് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ ഹൃദയസ്പൃക്കായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഭക്തിഭാവത്തിൻ്റെ പൂർണ്ണതയിലാണ് എഴുത്തച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്നത്. രാമായണ മഹാത്മ്യത്തെക്കുറിച്ച് അധ്യാത്മരാമായണത്തിൽ തന്നെ പറയുന്നു. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമിജന്മം കൊണ്ടേ എന്നെഴുത്തച്ഛൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അധ്യാത്മരാമായണം അധ്യാത്മപ്രദീപകമാണ്. നമ്മൾ ആധ്യാത്മികതയുടെ വെളിച്ചം നമ്മളിലേക്ക് നിറയ്ക്കുന്നതാണ് രാമായണം. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം. ആധ്യാത്മികതയുടെ വെളിച്ചം നമ്മൾ നിറയ്ക്കുന്നതാണ് അധ്യാത്മരാമായണം എന്നർത്ഥം. ഇത് അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും. അധ്യാത്മരാമായണം ചൊല്ലിയാൽ, പാരായണം ചെയ്താൽ, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ മുക്തി സിദ്ധിക്കും, ദുരിതമോചനങ്ങളെല്ലാം സിദ്ധിക്കും എന്ന് അധ്യാത്മരാമായണത്തിൽ തന്നെ പറയണം. അപ്പം അത്രയേറെ വിശിഷ്ടമാണ് രാമായണ കഥയുടെയും അതിൻ്റെ ഫലശ്രുതി എല്ലാം അർത്ഥം. ഇതെല്ലാം നമുക്കറിയാം. രാമായണത്തിൻ്റെ പുണ്യത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. എങ്കിൽ പോലും എഴുത്തച്ഛനും വാൽമീകി മഹർഷിയും ഉൾപ്പെടെയുള്ളവരെല്ലാം അതിൻ്റെ ഫലസിദ്ധിയെക്കുറിച്ച് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നർത്ഥം. അങ്ങനെ നമുക്ക് ആ രാമ കഥാമൃതത്തിലൂടെ, ശ്രീരാമ മന്ത്രത്തിൻ്റെ പുണ്യാമൃതത്തിലൂടെ നമുക്കും ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ നമുക്ക് നേടാൻ സാധിക്കും രാമായണ പാരായണത്തിലൂടെ. അങ്ങനെ നമുക്ക് രാമായണത്തിൻ്റെ 6 കാണ്ഡങ്ങളും നമുക്ക് ഈ കർക്കിടക മാസത്തിൽ, രാമായണ മാസത്തിൽ ചൊല്ലി പൂർത്തിയാക്കി സൗഭാഗ്യങ്ങൾ നമുക്ക് നേടാം. ശ്രീരാമം ത്രിജഗദ്ഗുരും സുരവരം സീതാമനോനായകം ശ്യാമാംഗം ശശികോടിമഞ്ജുവദനം വക്ഷോല്ലസത്കൗസ്തുഭം സൗമ്യം സത്വഗുണോത്തമം സുസരയൂതീരേ വസന്തം പ്രഭും ത്രാതാരം സകലാർത്ഥസിദ്ധിസഹിതം വന്ദേ രഘൂണാം പതിം. നമസ്കാരം.